Once again, welcome back to KCS Classes. KCS Classes in മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor of Commerce, Kerala PSC Syllabus Based Preparationലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇൻഡയറക്റ്റ് ടാക്സേഷൻ. ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ GST ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ റിവേഴ്സ് ചാർജ് അല്ലേ, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Who is actually liable to pay GST? ആരാണ് GST അടയ്ക്കാൻ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥൻ? സോ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 9 ആണ്. സോ സെക്ഷൻ 9 അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 9 സബ്സെക്ഷൻ 1, 2, 3, 4 and 5. അതില് സെക്ഷൻ 9 സബ്സെക്ഷൻ 1 and 2 എന്ന് പറയുന്നത് ഫോർവേഡ് ചാർജിങ് മെക്കാനിസം ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആരാണോ സപ്ലയർ ആയിട്ടുള്ള വ്യക്തി തന്നെ GST അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയാ ഫോർവേഡ് ചാർജ്. ഓൺ ദി അതർ ഹാൻഡ് റിസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് പറയാ റിവേഴ്സ് ചാർജ്. സോ സെക്ഷൻ 9 സബ്സെക്ഷൻ 3ഉം 4ഉം റിവേഴ്സ് ചാർജിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്ഷൻ 9 സബ്സെക്ഷൻ 5ല് ഇ കോമേഴ്സ് ഓപ്പറേറ്ററെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇ കോമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡീംഡ് സപ്ലയർ ആണ്. സോ നമ്മളിപ്പോ ഫിനിഷ് ചെയ്തത് 9 സബ്സെക്ഷൻ 5 ഓൾറെഡി ഫിനിഷ് ചെയ്തു. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 സ്റ്റാർട്ട് ചെയ്തു. സോ സബ്സെക്ഷൻ 3ല് മെയിൻ ആയിട്ട് ഒരു 10-20 ഐറ്റംസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ചാർജ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിനിഷ് ചെയ്തത് സെക്ഷൻ 9 സബ്സെക്ഷൻ 3ല് റിവേഴ്സ് ചാർജില് 2 ടോപ്പിക്കാണ്. എൻട്രി നമ്പർ 1ഉം 4ഉം ആണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് 2ഉം 3ഉം ആണ്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എൻട്രി നമ്പർ 2ഉം 3ഉം സ്കിപ്പ് ചെയ്തിട്ട് 4ലോട്ടാണ് പോയ സ്പോൺസർഷിപ്പ് സർവീസസ്. സോ കണ്ടിന്യൂവേഷൻ ആയിട്ട് എൻട്രി നമ്പർ 2ഉം 3ഉം ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൺസെപ്റ്റ് ഒന്നുകൂടി പറയുന്നു. ചില കേസസില് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിസിപ്പിയന്റ് തന്നെ ടാക്സ് അടയ്ക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എങ്കിൽ അതിനെയാണ് പറയാ റിവേഴ്സ് ചാർജ്. സോ ഇവിടെ എൻട്രി നമ്പർ 2ഉം 3ഉം നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻട്രി നമ്പർ 2ഉം 3ഉം അഡ്വക്കേറ്റ് സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ് എൻട്രി നമ്പർ 2ലും 3ലും വരുന്നത്. അപ്പൊ ഞാൻ ഒരുമിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ നമ്പർ 1 നമ്മൾ ഓൾറെഡി GTA ഫിനിഷ് ചെയ്തിട്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരത് കാണാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഐ ബട്ടണിൽ ഇടുന്നുണ്ട്. എൻട്രി നമ്പർ 1 ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ RCM റിവേഴ്സ് ചാർജ് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത് കണ്ടു. ദെൻ സ്പോൺസർഷിപ്പ് സർവീസസ് എൻട്രി നമ്പർ 4 കണ്ടു. സോ 2ഉം 3ഉം ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ 2ഉം 3ലും വരുന്നത് അഡ്വക്കേറ്റ് സർവീസസ് ആണ്. അഡ്വക്കേറ്റ്സ് അവരുടെ സർവീസസ് കൊടുക്കുമ്പോൾ എപ്പോഴാണ് റിവേഴ്സ് ചാർജ് അപ്ലൈ ചെയ്യേണ്ടവരാ നമുക്ക് പോവാം. സോ റിവേഴ്സ് ചാർജ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 NN നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് 13/2017. ഓക്കെ, സോ അതിൽ ആദ്യം കാണാനുള്ളത് അഡ്വക്കേറ്റ് സർവീസസ്. സോ അതിൽ ആദ്യം വരുന്നത് ആർബിട്രൽ ട്രൈബ്യൂണൽ. സോ ട്രൈബ്യൂണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കേസിലാണ് RCM അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരാം. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് നോക്കാം. സോ ഇതിന് നമ്പർ 1 പറഞ്ഞിരിക്കുന്നത് ട്രൈബ്യൂണല് NBEക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ എന്താണ് NBE എന്ന് പറഞ്ഞാൽ? നോൺ ബിസിനസ് എൻറ്റിറ്റിനെയാണ് NBE എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ബിസിനസ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് നോൺ ബിസിനസ് എൻറ്റിറ്റി. സോ ട്രൈബ്യൂണല് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നോൺ ബിസിനസ് എൻറ്റിറ്റിക്ക് ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഗവൺമെന്റിനാണെങ്കിലോ അതും എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഒരു SBE. എന്താണ് SBE എന്ന് പറഞ്ഞാൽ? സ്മോൾ ബിസിനസ് എൻറ്റിറ്റി. അതിന്റെ കൂടെ പറയുന്നുണ്ട് BBE, ബിഗ് ബിസിനസ് എൻറ്റിറ്റി. അപ്പോ അതാണ് ഞാൻ ഒരുമിച്ച് പറയുന്നത്. ഏതിനെയാണ് നമ്മൾ സ്മോൾ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയാ, ഏതിനാണ് ബിഗ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയാം. അപ്പൊ GSTയുടെ നമ്മുടെ ലോയില് പറയുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനേക്കാൾ കൂടുതൽ
ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളത് മസ്റ്റ് ആണ്. സോ ആ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് എമൗണ്ട് ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ലിമിറ്റിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പറയാം ബിഗ് ബിസിനസ് എൻറ്റിറ്റി. സോ ആ ഒരു ടേൺ ഓവർ ലിമിറ്റിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് പറയാം സ്മോൾ ബിസിനസ് എൻറ്റിറ്റി. സോ ട്രൈബ്യൂണല് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്മോൾ ബിസിനസ് എൻറ്റിറ്റിക്ക് ആണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബിഗ് ബിസിനസ് എൻറ്റിറ്റി, ദാറ്റ് മീൻസ് ആ ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ടേൺ ഓവർ ഉള്ള ആൾക്കാര് അവർക്കാണ് കൊടുക്കണമെങ്കിൽ recipient big business entity ആണ്. So they are liable to pay tax. RCM ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. recipient big business entity ആണ്. So RCM അവിടെ applicable ആണ്. ഇനി അടിയിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് individual advocate, firm advocate. So ഈ പറയുന്ന ട്രൈബ്യൂണൽ സർവീസ് കൊടുക്കുകയാണ് ആർക്കൊക്കെ? ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിന് കൊടുക്കുകയാണ്, ഒരു ഫേം അഡ്വക്കേറ്റിനും കൊടുക്കുകയാണ്, സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റിനും സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. ദെൻ ഇവരുടെ ടേൺ ഓവർ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ അവരും അല്ലെങ്കിൽ അവർക്കും ടാക്സ് ആപ്ലിക്കബിൾ ആയിരിക്കും. RCM ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടവര്. ദാറ്റ് മീൻസ് ബിഗ് ബിസിനസ് എൻറ്റിറ്റി ആവട്ടെ, ദെൻ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ആവട്ടെ, ഫേം അഡ്വക്കേറ്റ് ആവട്ടെ, ഈ പറയുന്ന വ്യക്തികളുടെ ഗ്രൂപ്പിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ RCM ആണ് റിസിപ്പിയന്റ് ആയിട്ടുള്ള ഈ രണ്ട് ഗ്രൂപ്പുകളും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ട്രൈബ്യൂണൽ സർവീസസ്. ട്രൈബ്യൂണല് അഡ്വക്കേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. NBക്ക് ആണെങ്കിൽ എക്സംപ്റ്റഡ്, ഗവൺമെന്റിനാണെങ്കിൽ എക്സംപ്റ്റഡ്, സ്മോൾ ബിസിനസ് എൻറ്റിറ്റി ആ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് വെച്ചിട്ട് അവർക്കും എക്സംപ്റ്റഡ് ആണ്. ദെൻ ബിഗ് ബിസിനസ് എൻറ്റിറ്റി, അപ്പോൾ ബിഗ് ബിസിനസ് എൻറ്റിറ്റി ആ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ടേൺ ഓവർ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. RCM ആണ്. ദെൻ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്, ഫേം അഡ്വക്കേറ്റ് ഇവരുടെ ടേൺ ഓവർ മാക്സിമം ആ ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അവിടെയും RCM അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിനും ഫേം അഡ്വക്കേറ്റിനും ട്രൈബ്യൂണൽ സർവീസ് കൊടുക്കുക, ബട്ട് അവരുടെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് ലിമിറ്റിനേക്കാളും കുറവാണെങ്കിൽ അവരെ ഇതിലേക്ക് പെട്ടു. SBE അല്ലെ, സ്മോൾ ബിസിനസ് എൻറ്റിറ്റിയുടെ കീഴിലോട്ട് പോയി. സ്മോൾ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ കുറവാണ് അവരുടെ കിട്ടുന്ന റിട്ടേൺ എങ്കിൽ, ടേൺ ഓവർ എങ്കിൽ അവരെയാണ് പറയാ സ്മോൾ ബിസിനസ് എൻറ്റിറ്റി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എക്സംപ്റ്റഡ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സീനിയർ അഡ്വക്കേറ്റിന്റെ കേസാണ്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടതാണ് ആരാണ് സീനിയർ അഡ്വക്കേറ്റ്. പലപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഏജ് കൂടുതലുള്ള ആൾക്കാരാണ്. അങ്ങനെയല്ല, സുപ്രീം കോടതിയില് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന അഡ്വക്കേറ്റ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറയാം. അവരുടെ കാലിബർ അനുസരിച്ചിട്ടായിരിക്കും അവര് ആ പോസ്റ്റിലോട്ട് എത്താം. സോ സീനിയർ അഡ്വക്കേറ്റ് നമ്പർ 1 നോൺ ബിസിനസ് എൻറ്റിറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഗവൺമെന്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, SBE സ്മോൾ ബിസിനസ് എൻറ്റിറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 3 കേസിലാണെങ്കിലും എക്സംപ്റ്റഡ് ആണ്, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതാണ് നമ്പർ 1. Then next ബിഗ് ബിസിനസ് എൻറ്റിറ്റി BBE അവർക്കാണ് ടാക്സ് അവർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ they are liable to pay tax. RCM applicable ആണ്. സോ റിവേഴ്സ് ചാർജ് ആണ്. സോ സീനിയർ അഡ്വക്കേറ്റ് ബിഗ് ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ, സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ RCM applicable ആണ്. ഓക്കെ, സോ ഇതാണ് എൻട്രി നമ്പർ 2 and 3. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന അഡ്വക്കേറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു ത്രെഷോൾഡ് ലിമിറ്റിന്റെ കൂടുമ്പോൾ, ടേൺ ഓവർ എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ RCM ആപ്ലിക്കബിൾ ആവുക. ക്ലാരിറ്റി ഇട്ടിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എൻട്രിയിലോട്ട് പോവാം. മൂവിങ് ടു നെക്സ്റ്റ്, നമുക്ക് നെക്സ്റ്റ് എൻട്രി നമ്പർ 6 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എൻട്രി നമ്പർ 6 ഡയറക്ടർ സർവീസ് ആണ്. സോ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നും ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എംപ്ലോയർ റിലേഷൻഷിപ്പില് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നെഗറ്റീവ് ലിസ്റ്റിലാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഏത് കേസിലാണ് അവിടെ GST ആപ്ലിക്കബിൾ ആവുക? നമുക്ക് അതാണ് കാണാനുള്ളത്. എപ്പോഴാണ് RCM അപ്ലൈ ചെയ്യേണ്ടവരാ?
സോ ജസ്റ്റ് നോക്കിയേ, ഡിറക്ടർ. സോ ഡിറക്ടർ ഒരു ഹോൾ ടൈം ഡിറക്ടർ ആണെങ്കിൽ അയാൾ സ്ഥാപനത്തിന്റെ എംപ്ലോയി ആണ്. സോ ആ ഒരു കേസിൽ നമ്മൾ സർവീസ് കമ്പനിക്കോ ഒരു ബോഡി കോർപ്പറേറ്റിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ സപ്ലൈ, അത് നെഗറ്റീവ് ലിസ്റ്റ് ആണ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ലിസ്റ്റ് ആണത്. ഇനി ഈ പറയുന്ന ഡിറക്ടർ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഭാഗമല്ല, പാർട്ട് ടൈം ഡയറക്ടർ ആണ്. ദെൻ ഈ ഡയറക്ടർ കമ്പനിക്കോ ബോഡി കോർപ്പറേറ്റിനോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊവൈഡിങ് സർവീസസ് ആസ് എ ഡയറക്ടർ, അങ്ങനെയാണെങ്കിൽ അവിടെ RCM ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് മീൻസ് ഡയറക്ടർ ഒരു പാർട്ട് ടൈം ഡയറക്ടർ ആണ്. പാർട്ട് ടൈം ഡയറക്ടർ ആയിട്ടുള്ള ഈ വ്യക്തി ഒരു കമ്പനിക്കോ ഒരു ബോഡി കോർപ്പറേറ്റിനോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, എങ്കിൽ ഈ കമ്പനിയോ അല്ലെങ്കിൽ ഈ ബോഡി കോർപ്പറേറ്റ് ആണ് ആക്ച്വലി ലയബിൾ ടു പേ ടാക്സ്. അവിടെ RCM ആണ്. റിസിപ്പിയന്റ് ആയിട്ടുള്ള ഈ സ്ഥാപനമാണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് എൻട്രി നമ്പർ 6, ഡയറക്ടേഴ്സ് സർവീസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് അടുത്ത എൻട്രിയിലോട്ട് പോവാം. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻട്രി നമ്പർ 7 ആണ്. ഇന്ന് 7ഉം 8ഉം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിൽ എന്റെ ബാലൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എൻട്രി നമ്പർ 7ൽ പറയുന്നത് ഇൻഷുറൻസ് ഏജന്റ് സർവീസസ്. നമുക്കറിയുന്നതാണ് ഇൻഷുറൻസ് ഏജന്റ്സിന്റെ സർവീസസ്. അത് എപ്പോഴാണ് GST കൊടുക്കേണ്ടവരാ? RCM അവിടെ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക? നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, 2 സർവീസസ് ഉണ്ട്. ഇതിൽ തന്നെ ഈ പറയുന്ന സർവീസ്, ഇൻഷുറൻസ് സർവീസ്, ഏജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യണേ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നമ്പർ 1, നോൺ കോർപ്പറേറ്റ് ഏജന്റ്. ഇപ്പോൾ ഓരോ വ്യക്തികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇൻഷുറൻസ് എടുക്കുമെന്ന് ചോദിക്കുന്നതൊക്കെ എന്താണ്? നോൺ കോർപ്പറേറ്റ് ഏജന്റ്സ് ആണ്, അല്ലേ? നമ്മുടെ അവിടെ എല്ലാവരും കാണുന്നതാണ് ഇൻഷുറൻസ് ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ. അവര് നോൺ കോർപ്പറേറ്റ് ഏജന്റ്സ് ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഏജൻസ്. ഈ ഏജൻസി സർവീസസ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? അവരെ നമുക്ക് പറയാം കോർപ്പറേറ്റ് ഏജൻസ് ആണ്. ഇൻഡിവിജ്വൽസിന് പകരം ഇൻഷുറൻസിന്റെ ഈ പരിപാടി സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരാണ് കോർപ്പറേറ്റ് ഏജൻസ് എന്ന് പറയുന്നത്. സോ കോർപ്പറേറ്റ് ഏജന്റ് ആണ് ഇൻഷുറൻസ് കമ്പനിക്ക് സർവീസ് കൊടുക്കണമെങ്കിൽ. അപ്പൊ കോർപ്പറേറ്റ് ഏജന്റ് സർവീസ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുമ്പോ അവിടെ ഫോർവേഡ് ചാർജിങ് മെക്കാനിസം ആണ്. ദാറ്റ് മീൻസ് സപ്ലയർ ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്ന കോർപ്പറേറ്റ് ഏജന്റ് തന്നെയാണ് അവിടെ GST മേടിച്ച് അടയ്ക്കേണ്ടവരാ. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് ഏജൻസി സർവീസസ് ഒരു കോർപ്പറേറ്റ് ഏജന്റ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവിടെ ഫോർവേഡ് ചാർജിങ് മെക്കാനിസം ആണ് ആപ്ലിക്കബിൾ ആവാം. ഓൺ ദി അതർ ഹാൻഡ് നോൺ കോർപ്പറേറ്റ് ഏജന്റ്സ്, നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന സാധാരണ നോൺ കോർപ്പറേറ്റ് ഏജന്റ്സ്, ഇൻഡിവിജ്വൽസ്, അവരാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യണ ഇൻഷുറൻസ് കമ്പനിക്കെങ്കിൽ അവിടെ RCM ആയിരിക്കും ആപ്ലിക്കബിൾ ആവാം. ദാറ്റ് മീൻസ് നോൺ കോർപ്പറേറ്റ് ഏജൻസ് ആയിട്ടുള്ള വ്യക്തികള് ഇൻഷുറൻസ് കമ്പനിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഏജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിസിപ്പിയന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അവിടെ RCM ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ഇൻഷുറൻസ് ഏജന്റ് സർവീസസ്. എൻട്രി നമ്പർ 7. നോൺ കോർപ്പറേറ്റ് ഏജൻസിന്റെ കേസിലാണ് RCM വരാ, കോർപ്പറേറ്റ് ഏജൻസിന്റെ കേസിലെ FCM ആണ്, ഫോർവേഡ് ചാർജ് ആണ് വരാ. ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് എൻട്രി നമ്പർ 8ഉം കൂടിയും ഇന്നത്തെ വീഡിയോയിൽ കാണാം. സോ മൂവിങ് ടു എൻട്രി നമ്പർ 8. മൂവിങ് ടു നെക്സ്റ്റ് എൻട്രി നമ്പർ 8 ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള റിക്കവറി ഏജന്റ് സർവീസസ്. ആരാണ് റിക്കവറി ഏജന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ബാങ്കിലാണെങ്കിലും അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എസ്പെഷ്യലി NBFCയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ലോണിന് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് CC അടച്ചില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും, അല്ലെ? നമ്മുടെ അടുത്ത് ചോദിക്കാണ്ട് തന്നെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും. അവരെയാണ് പറയാ റിക്കവറി ഏജന്റ്സ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആ ഒരു പാർട്ടി റിക്കവറി ഏജന്റ്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാണ് ബാങ്കിങ് കമ്പനിക്കാവട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാവട്ടെ, NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനാവട്ടെ ഈ പറയുന്ന റിക്കവറി ഏജൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ RCM ആപ്ലിക്കബിൾ ആണ്. ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ തന്നെയാണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥർ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എൻട്രി നമ്പർ 8. ഒന്നുകൂടി പറയുന്നു, റിക്കവറി ഏജൻസിന്റെ സർവീസസ് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
they are actually liable to pay tax. RCM applicable ആണ്. Okay, so നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എൻട്രി നമ്പർ 2 and 3. ആദ്യം തന്നെ അഡ്വക്കേറ്റ് സർവീസിന്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻട്രി നമ്പർ 6 കണ്ടു, ദെൻ 7 ആൻഡ് ഫൈനലി എൻട്രി നമ്പർ 8. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ, എന്നാൽ മാത്രമേ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നാളത്തെ വീഡിയോയിൽ എൻട്രി നമ്പർ 9 ഡീറ്റെയിൽസ് മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാരിറ്റി ഞാൻ ഉടനെ തന്നെ തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.